അന്ന് ആർട്ടിക്കിൾ 365 എങ്കിൽ ഇന്ന് SIR. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാം എന്താണ് എവിടെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന്. മമതയിലേക്ക് വരുമ്പോൾ മമത ഇത്രയും നാൾ താങ്ങി നിർത്തിയത് ബംഗ്ലാദേശികളാണ്. ആ ബംഗ്ലാദേശികളെ ചവിട്ടി പുറത്താക്കി ബംഗാൾ വൃത്തിയാക്കി ഇന്ന് BJP പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ വരുമ്പോൾ കയ്യടി കിട്ടുന്നത് SIR-ന്. കൊൽക്കത്തയിലെ ഗുൽഷൻ കോളനി, അവിടെ ബംഗ്ലാദേശികൾ മമതയുടെ ശക്തിയായി തുടർന്നിരുന്നു. ഇത്രയും കാലം ബംഗാൾ ജനതയെ മമത ദ്രോഹിക്കുകയായിരുന്നു. നരേന്ദ്രമോദി സർക്കാർ വന്നതോടെ ജനം മനസ്സിലാക്കി തങ്ങളും കൂടി വിചാരിക്കണം, തങ്ങളും കൂടി വിചാരിച്ചാൽ മാത്രമേ മമതാ യുഗത്തിന് അന്ത്യമാവുകയുള്ളൂ എന്ന്. 15 വർഷത്തെ തൃണമൂൽ ഭരണത്തിനാണ് ബംഗാളിൽ കഴിഞ്ഞ ദിവസം തിരശ്ശീല വീണത്. മതേതരത്വത്തിന്റെ പേരിൽ സ്വന്തം ജനതയെ തള്ളിപ്പറഞ്ഞ മമത പാലൂട്ടി വളർത്തിയത് ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെയായിരുന്നു. വോട്ടർ പട്ടികയിൽ നുഴഞ്ഞുകയറ്റക്കാരെ തിരികെ കയറ്റിയ മമത ഈ വോട്ടുകൾ നേടിയാണ് ഇക്കഴിഞ്ഞ 15 വർഷവും അധികാരത്തിൽ തുടർന്നത്. അതിനായുള്ള പ്രതിഫലവും മമത ഈ ബംഗ്ലാദേശികൾക്ക് നൽകിയിരുന്നു. പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ പ്രശസ്തമായ ക്ഷേമ പദ്ധതിയാണ് ലക്ഷ്മി ഭണ്ഡാർ. ഈ ലക്ഷ്മി ഭണ്ഡാറിൽ നിന്ന് മമതയുടെ കാലത്ത് ബംഗാളിൽ ആനുകൂല്യങ്ങൾ നേടിയതിൽ ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികളുണ്ട്. ഈ റിപ്പോർട്ടുകൾ അടുത്തിടെയാണ് പുറത്തു വന്നത്. ബംഗാളിന്റെ 48,000 കോടിയുടെ ലക്ഷ്മി ഭണ്ഡാർ ഫണ്ടാണ് ഇന്ത്യൻ പൗരന്മാർ അല്ലാത്തവരായ ബംഗ്ലാദേശികൾ സ്വന്തമാക്കിയത്. ഇന്ത്യയിലേക്ക് വേഗത്തിൽ നുഴഞ്ഞു കയറാൻ അവർക്ക് സാധിക്കുമെങ്കിലും അവരെ നാട് കടത്തുന്ന പ്രക്രിയ വളരെ പ്രയാസമുള്ളതായിരുന്നു. അത് സർക്കാരിന് വലിയ ചിലവും വരുത്തിവെക്കുമായിരുന്നു. ഇന്ത്യയിലേക്കുള്ള ബംഗ്ലാദേശികളെ നാട് കടത്താൻ ഏകദേശം വേണ്ടിവരുന്ന 1.5 വർഷത്തോളം സമയവും കോടിക്കണക്കിന് പണവും വേണം എന്നായിരുന്നു ആഭ്യന്തര മന്ത്രാലയം സമർപ്പിച്ച റിപ്പോർട്ട്. എന്നാൽ SIR പ്രക്രിയ ആരംഭിച്ചതോടെ ഒരു 10 പൈസ ചെലവില്ലാതെ തന്നെ ബംഗ്ലാദേശികളെ നാട് കടത്താൻ മോദി സർക്കാരിന് കഴിഞ്ഞു. എന്നാൽ അതോടെ അവിടെ ഇല്ലാതായത് മമതയുടെ വോട്ട് ബാങ്ക് കൂടിയായിരുന്നു. മമതാ ബാനർജിയുടെ ബംഗാളിലെ ബംഗ്ലാദേശി ക്രിമിനൽ കോട്ട ഗുൽഷൻ കോളനിയെ തകർത്താണ് കേന്ദ്ര സർക്കാരിന്റെ വോട്ടർ പരിഷ്കരണം നടത്തിയത്. ഈ സ്ഥലം അനധികൃത നിർമ്മാണങ്ങളുടെ കേന്ദ്രമാണ്. അവിടെ ബംഗ്ലാദേശികൾ അനധികൃത കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു. തൃണമൂൽ ഭരണം വന്നപ്പോഴേക്കും ബംഗ്ലാദേശി ക്രിമിനൽ സംഘത്തിന്റെ കോട്ടയായിരുന്നു. പലപ്പോഴും ക്രിമിനലുകൾ തമ്പടിക്കുന്നതും ഈ കോളനിയിൽ തന്നെ. രാജ്യത്ത് തീവ്ര വോട്ടർ പരിഷ്കരണ പ്രക്രിയ നടക്കുന്നതിനിടെയാണ് കൊൽക്കത്തയിലെ ഗുൽഷൻ കോളനിയിലെ ബംഗ്ലാദേശികളെ കുറിച്ചുള്ള യഥാർത്ഥ കാര്യങ്ങൾ പുറത്തുവരുന്നത്. ബംഗാളിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ മമതയെ താങ്ങി നിർത്തിയത് ഈ ബംഗ്ലാദേശികളാണ് എന്നത് പരസ്യമായ രഹസ്യമാണ്. SIR വഴി ഇത് തകർന്നതോടെ മമത അടിപതറി. തെരഞ്ഞെടുപ്പിന് മുൻപ് ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്ന് 89 ലക്ഷം പേരെയാണ് ഒഴിവാക്കിയത്. അതിൽ ഭൂരിഭാഗവും മരിച്ചുപോയവർ അല്ലെങ്കിൽ സ്ഥലം മാറിപ്പോയവർ അങ്ങനെയൊക്കെയുള്ളൊരു വിഭാഗത്തിലാണ് പെടുത്തിയിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് BJP 201 സീറ്റുകളാണ് നേടിയിരിക്കുന്നത്. ഭരണകക്ഷിയ തൃണമൂൽ കോൺഗ്രസിന് നേടാനായത് വെറും 81 സീറ്റുകൾ മാത്രമാണ്. 25,000-ലധികം വോട്ടുകൾ SIR വഴി വെട്ടിയ 169 നിയോജക മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലം ഇതിനെ സാധൂകരിക്കുന്നതാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 169 സീറ്റുകളിൽ 128 സീറ്റും സ്വന്തമാക്കിയത് തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു. 41 സീറ്റുകളാണ് BJPക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ BJP നേടിയത് 104 സീറ്റാണ്. തൃണമൂൽ 63 സീറ്റുകളിലേക്ക് ചുരുങ്ങി. ഒറ്റയടിക്ക് തൃണമൂലിന് നഷ്ടപ്പെട്ടത് 65 സീറ്റുകളാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇതിൽ 2 സീറ്റ് കോൺഗ്രസ് നേടിയിരുന്നു. എന്തായാലും SIR കൊണ്ട് ബംഗാൾ വൃത്തിയാക്കിയിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. നരേന്ദ്രമോദിക്ക് എവിടെ ഉപയോഗിക്കണമെന്നത് കൃത്യമായി അറിയാം എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. SIR പ്രക്രിയയിലൂടെ ബംഗ്ലാദേശികളെ നാട് കടത്തിയതിലൂടെ മമതയുടെ ഏകാധിപത്യത്തിനാണ് ബംഗാളിൽ തിരശ്ശീല വീണത്. ന്യൂസ് ഡെസ്ക് കർമ്മസ്.